നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഇയാളുടെ എന്തീ കാണിക്കുന്നേ? എന്നെ വിട്ടേ. അവളവന്റെ കൈകൾ തന്റെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അടുത്ത നിമിഷം അവൻ അവൾ അരയിലൂടെ കൈയിട്ട് പൊക്കിയെടുത്തുകൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുത്തിയിരുന്നു. അവന്റെ ആ പ്രവൃത്തിയിൽ അവൾ ഉൾപ്പെടെ അവിടെ ആ കാഴ്ച കണ്ടിരുന്നവർ ഓരോരുത്തരും അവനെ കണ്ണുമിഴിച്ച് നോക്കി നിന്നുപോയി. മര്യാദക്ക് അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം, ഇല്ലാച്ചാൽ എന്റെ മടിയിലിരുന്ന് പോവേണ്ടി വരും കേട്ടോടി വാടയക്ഷി. അവൻ ചൂണ്ടുവിരൽ ഉയർത്തി താക്കിയതോടെ പറഞ്ഞതും അവൾ അവനെ മിഴിച്ചു നോക്കിക്കൊണ്ടതിനെ തലയാട്ടി. അവനും നീട്ടി മൂളിക്കൊണ്ട് തിരിഞ്ഞവും തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്ന രാഹുവിനെയാണ് കാണുന്നത്. ഉണ്ടക്കണ്ണുരുട്ടി നോക്കാതെ വരുന്നുണ്ടെ പുറകെ പോയി കയറടാ. അവൻ പറഞ്ഞുകൊണ്ട് അവന് മറികടന്ന് നടന്നു. രാഹു അവനെ നോക്കിയൊന്ന് പല്ലിയടിച്ചുകൊണ്ട് പുറകിലെ സീറ്റ് ലക്ഷ്യം വെച്ച് നടന്നു. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയ മേഘൻ കാണുന്നത് തന്നെ കൂർപ്പിച്ച് നോക്കിയിരിക്കുന്നവളെയാണ്. ഏയ് ബൊമ്മി, ഐ ആം സോറി. അവനവൾ നോക്കിയൊരു പ്രത്യേക ചിരിയോടെ പറഞ്ഞ് ഫസ്റ്റ് ഗിയറിട്ട് വണ്ടി മുന്നിലേക്ക് എടുത്തു. അത് കണ്ടത് അവൾ ദേഷ്യത്തോടെ അവനെയും തലവെട്ടിച്ചു മാറ്റി പുറത്തേക്ക് നോക്കിയിരുന്നു. ഇയാളത് എങ്ങോട്ട് എന്നെ കൊണ്ട് പോണേ? എന്നെ വിട്ടേ, എനിക്ക് വീട്ടിൽ പോണം. അവൾ ഗൗരവത്തോടെ വണ്ടി ഓടിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നവർ നോക്കി പറഞ്ഞു. ദേ ഒരു വീക്ക് അങ്ങ് വെച്ചിരു, ഞാൻ പറഞ്ഞേക്കാം. അവനവന്റെ കൈമടക്കി അവൾക്ക് നേരെ ഓയിക്കൊണ്ട് പറഞ്ഞതും അവൾ പുറകിലേക്കൊന്ന് വലിഞ്ഞു. എല്ലാം ഒപ്പിച്ച് വെച്ച് അവിടെ വായിന്ന് വരുന്നത് നോക്ക് യക്ഷി. മേഘൻ അടുത്തിരിക്കുന്നവളെ നോക്കി പല്ലടിച്ച് ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് ഞാനെന്ത് ചെയ്തിട്ടാ ഇയാൾ എന്നോട് ദേഷ്യപ്പെടുന്നത്? അവൾ അവനിൽ നിന്ന് മുഖം വെട്ടിച്ച് മാറ്റി നേരെ ഇരുന്നുകൊണ്ട് ചോദിച്ചു. ഓ, അവളൊന്നും ചെയ്തില്ല പോലും. എടി താടകേ, നിന്റെ ഒറ്റരാട് കൊടുക്കത്തെ വാശി കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ച്. മര്യാദക്ക് അന്ന് ഞാൻ വിളിച്ചപ്പോ എന്റെ കൂടെ വന്നിരുന്നെങ്കിലേ ഇന്നിങ്ങനെ ചുണ്ടും പൊട്ടിച്ച് ചോര ഒലിപ്പിച്ചിരിക്കേണ്ടി വരുമായിരുന്നോടി. അത് അയാളെന്ന് തന്നെ ഇങ്ങനെ വിളിച്ചെന്ന് വെച്ച് എനിക്ക് അങ്ങനെ വരാൻ പറ്റുമോ? അങ്ങനെ ഇയാൾ വിളിക്കുമ്പോഴേക്ക് കൂടെ വരാൻ ഞാൻ ഇയാളുടെ ഭാര്യയാണോ? അവൾ അവനെ നോക്കി ചൊടിയോടെ പറഞ്ഞു. അടുത്ത നിമിഷം തന്നെ അവൻ വണ്ടി ബ്രേക്ക് ഇട്ട് നിർത്തി. പെട്ടെന്നുള്ള ആ ബ്രേക്ക് പിടിയിൽ അവൾ രാഹു ഒന്ന് മുന്നിലേക്ക് ആഞ്ഞുപോയി. ഇറങ്ങടി, അവൻ ആൾ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. പെട്ടെന്നുള്ള അവന്റെ ഭാവമാറ്റത്തിൽ അവളൊന്നും പതറാതിരുന്നില്ല. എടി ഇറങ്ങാൻ. അവന്റെ ശബ്ദം അല്പം കൂടി ഉയർന്നു. മേഘ. രാഹു അവനെ നിയന്ത്രിക്കാൻ അവനെ വിളിച്ചു. എന്ത് നോക്കിയിരിക്കാടി പുല്ലേ, ഇറങ്ങാൻ. അവൻ അവളോട് വീണ്ടും ചോദിച്ചതും അടുത്ത നിമിഷം അവൾ അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ശേഷം ഡോറ് ശക്തിയിൽ അങ്ങ് ആഞ്ഞടച്ചു. ഇങ്ങനെ പൊളിച്ചെടുക്കാൻ നിന്റെ മാപ്പിളയുടെ വണ്ടിയൊന്നുമല്ലല്ലോ. അതുകൂടി കേട്ടതും അവൾക്ക് നന്നായി തന്നെ ദേഷ്യം വന്നു. നിനക്കേ ലേശം അല്ല അല്പം കൂടുതൽ തന്നെ അഹങ്കാരമുണ്ട്. അതുകൊണ്ട് മോൾ അങ്ങ് നടന്ന് വീട്ടിലേക്ക് പോയിക്കോ, ചേട്ടനെ അവിടെ കാണും. അവൻ അവൾ നോക്കിയൊരു പ്രത്യേക താളത്തിൽ പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ ഡാഷ്ബോർഡിൽ നിന്ന് റൈബാൻ ഗ്ലാസ് എടുത്തു വെച്ച് അവൾക്ക് നേരെ ഒരു പുച്ഛച്ചിരിച്ചുകൊണ്ട് വണ്ടി മുന്നിലേക്ക് എടുത്തു. ഇഡിയറ്റ്. തന്നെ പുച്ഛിച്ചുകൊണ്ട് വണ്ടി എടുത്ത് പോകുന്നവരെ നോക്കിക്കൊണ്ട് അവൾ മുറുമുറുത്തു. വണ്ടി എത്ര സാമുദ്രമായി പാവാ കൊച്ചിനെ പാതി വഴിക്ക് ഇറക്കി വിടാനാണ്ടാ തെണ്ടി. നീ കായക്കൊല പൊക്കുന്ന പോലെ അതിനെടുത്ത് പൊക്കി വണ്ടിയിലോട്ട് വെച്ച് രാഹുവിനെ നോക്കി ചോദിച്ചു. കായക്കൊല അല്ലടാ രാഹു, ചേനയാ, അത് നല്ല അസല് ചൊറിയൻ ചേന. നീയും കേട്ടതല്ലേ ആ പിശാചിന്റെ വായിന്ന് വീണത്? അവനൊരു കെറുവോടെ പറഞ്ഞു. രാഘവൻ അയ്യെന്ന ഭാഗത്തോടെ നോക്കി. ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് അതിന്റെ വല്ല വല്ല കുലുക്കമുണ്ടോ അതിന്? മേഘൻ ദേഷ്യത്തിൽ ഗിയർ മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഓ, അതിന് ഒന്നിന് പത്തുന്ന പോലെ നീയും തിരിച്ച് മറുപടി വെക്കണ്ടല്ലോ. രാഘവ് ആരോടുന്നില്ല പറഞ്ഞു. എന്ന് വെച്ച് ആ യക്ഷിയെ പോലെയാണോ ഞാൻ? എന്താ അല്ലേ? എടാ മേഘനാഥ, ഞാൻ നോക്കിയിട്ട് നിന്റെ ഈ ഓഞ്ഞ സ്വഭാവം അറിഞ്ഞു വെച്ച് ദൈവം സൃഷ്ടിച്ചൊരു മുതല് അതാണില്ല അവള്. എന്തായാലും ഇന്നത്തോടൊരു കാര്യം എനിക്ക് മനസ്സിലായി. എന്താ? അവൻ വലിയ താല്പര്യമില്ലാത്തവളെ ചോദിച്ചു. അവള് നിന്നെയും കൊണ്ട് പോവും മോനെ. അവന് ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. മേഘൻ വണ്ടി ഒരു മെഡിക്കൽ സ്റ്റോറിന് മുമ്പിൽ നിർത്തിയിരുന്നു. എന്താടാ ഇവിടെ? രാഘവന് നിർത്തിയെ കൊണ്ട് ചോദിച്ചു. അത് നീ കണ്ടതല്ലേ ആ പിശാചിന്റെ കോലം? അവിടെ ഇരുന്നൊക്കെ പെയിന്റ് പോയിട്ടുണ്ട്. അതിന് നിന്റെ തന്ത പെറ്റു. അവൻ പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി മുണ്ടും മടക്കി കുത്തി എന്തൊക്കെയോ പിറുവിരുത്തുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിലേക്ക് നടന്നു. എടാ ഉണ്ണിത്തമ്പുരാനെ, നിന്റെ ഈ ചാട്ട വളർച്ചയ്ക്ക് ഉടനെ നിൽക്കൂടാ, ഇല്ലെങ്കിൽ അവള് നിർത്തിക്കും. നീ കതിനാണെങ്കിലേ അത് തോട്ടയാടാ, തോട്ട. അവൻ പറഞ്ഞുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്നവനെ നോക്കി നിന്റെ കാര്യം തീരുമാനമായടാ എന്നവരെ തലയാട്ടി. എന്റെ ചക്കുളത്തപ്പ, എത്രയും പെട്ടെന്ന് ആ യക്ഷി ഈ രക്തരക്ഷസിന്റെ പെടിയിലോട്ട് വെച്ച് കൊടുത്തേക്കണേ. 101 തേങ്ങയും 10 പാട്ട എണ്ണയും ഞാൻ തന്നേക്കാവേ. അവൻ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു. എന്താടാ എത്രയും പെട്ടെന്ന് നിന്നെ അങ്ങ് കെട്ടിയെടുക്കണേന്ന് പ്രാർത്ഥിച്ചതാണോ? മേഘൻ വാങ്ങിയ സാധനങ്ങൾ ഡാഷ്ബോർഡിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു. അല്ലടാ, എത്രയും വേഗം നിന്നെ ഒരു കരക്കടുപ്പിക്കണേയും ദൈവത്തോട് പ്രാർത്ഥിക്കായിരുന്നു ഞാൻ, അവൻ ഭവ്യതയോടെ പറഞ്ഞു. ഓ, ഇപ്പൊ പിന്നെ ഞാൻ ചാവ് കടലിലാണോ ഉള്ളത്?
അവൻ പുച്ഛം വാരി വിതറിക്കൊണ്ട് വണ്ടിയെടുത്തു. വെറുതെ അല്ലടാ നാറി, നിനക്ക് ദൈവം അവിടെ ഒരു ഇതിൽ പണിയെന്ന്. അവൻ പല്ലടിച്ചുകൊണ്ട് ഉള്ളിൽ മേഘന നന്നായി സ്മരിച്ചു. ഈ താടക ഇതെങ്ങനെ വന്ന് പറന്നു വന്ന? അവൾ താമസിച്ചിരുന്ന വീടിന്റെ ഗേറ്റ് പയ്യെ തുറന്ന് അകത്തേക്ക് കയറിക്കൊണ്ട് മുൻവശത്തെ വാതിൽ തുറക്കുന്നവൾ നോക്കി മേഘൻ സ്വയം പറഞ്ഞു, നിന്റെ ചകടം പോലെയുള്ള ബാക്കിയുള്ള വണ്ടികളൊന്നും ഇപ്പൊ മനസ്സിലായില്ലേ? ഇനിയും ആ സാധനം എടുത്ത് ആക്കി കൊടുക്കടാ. രാവു ചുണ്ടിക്കൂട്ടിക്കൊണ്ട് പറഞ്ഞു മുന്നോട്ട് നടന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ലടാ, തള്ളിക്കൊണ്ട് നടക്കാൻ നീയുള്ളപ്പോ ഞാനെന്തിനാടാ വേറെ ആക്രിയെ നോക്കുന്നത്? അവൻ പറയുന്നതിനൊപ്പം മുഖത്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ് ഊരി പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് മുന്നിലേക്ക് നടന്നു. തെണ്ടി, രാവു പല്ലിയരിച്ച് പറഞ്ഞുകൊണ്ട് അവന് പിന്നാലെ പോയി. തനിക്ക് പുറകിൽ ആളനക്കം കേട്ടതും അവളൊന്ന് തിരിഞ്ഞു നോക്കി. നേരത്തെ തന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴുള്ള മുഖഭാവത്തിന്റെ തരിമ്പ് പോലും മുഖത്ത് അവശേഷിപ്പിക്കാതെ ഒരു 916 ചിരിയും ഫിറ്റ് ചെയ്ത് നടന്നു വരുന്ന മേഘനെ കണ്ടതും അവൾ അവനിൽ നിന്നും ദേഷ്യത്തിന്റെ മുഖം വെട്ടി തിരിച്ച് അകത്തേക്ക് കയറി. ഇവളിതൊരു നടക്ക് പോകുന്ന ലക്ഷണമില്ല. തന്നെ കണ്ടതും വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയവളെ നോക്കി അവൻ പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് കയറി. പെങ്ങളെ, കടുപ്പം കുറച്ച് മധുരിടാത്തൊരു ചായ. ഉമ്മറക്കോലാലേക്ക് ഇരുന്നുകൊണ്ട് രാവ് അകത്തേക്ക് നോക്കി നീട്ടി പറഞ്ഞു. അത് കണ്ടത് മേഘന അവനെ നോക്കി ദയിപ്പിച്ചു. എന്താ നിനക്ക് വേണോ? അവൻ ചോദിച്ചുകൊണ്ട് അവിടെ കിടന്ന പത്രം കയ്യിലേക്ക് എടുത്തു. മേഘന അവനൊന്ന് പല്ലിയടിച്ച് നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. അളിയാ, ഒരകലം പാലിച്ച് നിൽക്കണേടാ, ഇല്ല അവള് നിന്നെ വെട്ടി കേക്കാക്കും. അകത്ത് പോയതിനോട് രാവ് വിളിച്ചു പറഞ്ഞു. എവിടെ കാണുന്നില്ലല്ലോ. അവൻ ചുറ്റിനൊന്ന് കണ്ണോടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ പറഞ്ഞു. അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ തട്ടുമുട്ടും കേട്ടതും അവൻ ആ ഭാഗത്തേക്ക് പയ്യെ ചോട് വെച്ചു. പെരുവഴിയിൽ ഇറക്കി വിട്ടിട്ട് പ്ലാസ്റ്റിക് ചെന്നി ചിരിച്ചു വന്നിരിക്കുക കാലൻ. അവൾ അവിടെ ഇരുന്ന പാത്രത്തിൽ നിന്ന് അല്പം വെള്ളം ഒരു സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് കോരിയെടുക്കുന്നതിനിടയിൽ മുറുമുറുത്തു. പുറകിൽ നിന്നുള്ള അവന്റെ വരുത്തി തീർത്ത ചുമ കേട്ടതും അവൾ ദേഷ്യത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. കട്ടിളപ്പടിയിൽ നിന്നുകൊണ്ട് അവൾ നോക്കാതെ കൈവിരലിന്റെ എണ്ണ എടുക്കുന്നവനെ കണ്ടതും അവളൊന്ന് പല്ലിയടിച്ചു. എന്താ, എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇനി ഇവിടുന്ന് ഇറക്കി വിടണോ? അവൾ അവനെ നോക്കി കെറുവോടെ ചോദിച്ചു. അതെ, വേഗം പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങിക്കോ. അവൻ അവളെ നോക്കി പറഞ്ഞു. അവളൊന്ന് പകച്ചു. എന്താണ് യക്ഷി നോക്കുന്നേ? വേഗം നിന്റെ പെട്ടിയും പാട്ടും എടുത്ത് ഇറങ്ങിക്കോ. വേഗം വേണം, എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. അവൻ തന്നെ മിഴിച്ച് നോക്കി നിൽക്കുന്നവളെ നോക്കി പറഞ്ഞു. അവൾ അവനെ കലിപ്പിച്ചെന്ന് നോക്കിക്കൊണ്ട് അവിടുന്ന് പുറത്തേക്ക് നടന്നു. പോകുന്ന പോക്കിൽ നല്ല ആഴത്തിൽ അവന്റെ കാലിലൊന്ന് ചവിട്ടാൻ അവൾ മറന്നില്ല. തന്റെ കാലിൽ ചവിട്ടിക്കൊണ്ട് ഒരു കുലുക്കോയില പോകുന്നവൾ നോക്കി അവൻ അലറി. അവളത് മൈൻഡാക്കാതെ മുറിയിലേക്ക് നടന്നു. അവൾക്ക് പുറകെ അവന്. വലിയ തന്നെ എന്റെ പട്ടി നിൽക്കിനി ഇവിടെ, അവൾ പറഞ്ഞുകൊണ്ട് മരൽമാരെ തുറന്ന് അതിൽ നിന്ന് ഓരോ വസ്ത്രങ്ങളായി പുറത്തേക്ക് എടുത്തു വെച്ചു. അങ്ങോട്ട് അനങ്ങി ചെയ്യടി, അവൻ പറഞ്ഞുകൊണ്ട് കസേര വലിച്ചിട്ട് അവിടെ ഇരുന്നു. ഇയാളെന്താ ഇവിടെ? ഇത് എന്നെ മുറിയാ, ഇയാൾ പുറത്തേക്ക് പോയി. തന്റെ മുറിയിൽ ഒരു കൂസലുമില്ല കസേര വലിച്ചിട്ടിരിക്കുന്നവനെ കാണെ അവൾ ചൊടിച്ചു. ഇതേ എന്റെ വീടാ, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ളപ്പോ ഞാൻ കയറി വരും, ഇരിക്കും. അവനവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവനിൽ ദേഷ്യത്തോടെ മുഖം തിരിച്ചുകൊണ്ട് ഓരോന്നായി എടുത്ത് ബാഗിലേക്ക് വെക്കാൻ തുടങ്ങി. ആ വേലൂന് കാര്യമായിട്ടൊന്നും പറ്റാണ്ടിരുന്നത് അവളുടെ ഭാഗ്യാണെന്ന് കരുതിയാൽ മതി. ഇല്ലാച്ചാ നേരെ സെൻട്രൽ ജയിലേക്ക് പോവേണ്ടി വന്നേനെ, അവൻ ചുണ്ടുകൂട്ടി പറഞ്ഞു. അവൾ അവനെ ഒന്ന് കണ്ണുകുറിപ്പിച്ച് നോക്കി. മൂത്തവര് പറയണത് കേൾക്കണമെന്ന് പറയുന്ന ഇതാടി, ഇല്ലേലും ഇങ്ങനെ കിടന്ന് ഓടേണ്ടി വരും. അവൻ നിർത്താൻ ഭാവമില്ലാതെ തുടർന്നു. ഞാൻ എങ്ങനെ ഓടിയാലും ഇയാൾക്കെന്താ? അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. വേണ്ട, നിന്റെ ഈ ചൊറിഞ്ഞോടുള്ള സംസാരം നിർത്തിക്കോ, ഇത് നിനക്ക് നല്ലതിനല്ല. അവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി താക്കീതെന്നോണം പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? പുറത്ത് ആളെ കാവൽ നിർത്തുന്നു, കൂട്ടു നിർത്തുന്നു, എന്തുണ്ടേലും ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ പറന്നു വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? അവൾ ഇടയിൽ കൈ താങ്ങിയതുകൊണ്ട് അവനെ നോക്കി ചോദിച്ചു. അത് ഞാൻ നിർത്തിയിരുന്നതാ, പക്ഷെ അവനെ ആരോ അടിച്ച് ആശുപത്രിയിലാക്കി. അവൻ പയ്യെ ഇരുന്നിടത്ത് എഴുന്നേറ്റുകൊണ്ട് ഉള്ളിലെ പരിങ്ങൾ മറച്ചു വെച്ചു. അപ്പൊ നിങ്ങളോ? ആ ഫോൺ എടുത്ത് നോക്ക്, ഞാൻ ഇന്നലെ രാത്രി എത്ര വട്ടം വിളിച്ചിരുന്നു എന്ന്. അത് ഞാൻ ഇന്നലെ അടിച്ചു ഓഫായി ഇറങ്ങിപ്പോയി. അവൻ അവളെ നോക്കാതെ വളഞ്ഞ മുഖഭാഗത്തോടെ പറഞ്ഞു. അവൾ അവനെ പല്ലടിച്ചെന്ന് നോക്കി. അടിച്ച് പൂക്കുച്ചേരി കിടന്നുറങ്ങാനായിരുന്നെങ്കിൽ എന്തിനാണോ താൻ എനിക്ക് നമ്പി തന്ന്? അവൾ കയ്യിലെ സാരി കട്ടിലേക്ക് ദേഷ്യത്തിലിട്ടുകൊണ്ട് അവനോട് കയർത്തു. അതിന് ഞാൻ അറിഞ്ഞോ നീ ആ നാറിയുടെ നെഞ്ചത്ത് ഇന്നലെ രാത്രി അത്തപ്പൂക്കളം വരച്ച് പഠിക്കായിരുന്നു എന്ന്? അവനും അതേ ചൊടിയോടെ ചോദിച്ചു. തന്നെയൊക്കെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ, അവള് പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു പ്രാവശ്യം ഒരു കയ്യബദ്ധം പറ്റിയെന്ന് വെച്ച് നീ എന്നെ അങ്ങനെ കൊച്ചാക്കണ്ട. അടുത്ത പ്രാവശ്യം ഞാൻ ഉറപ്പായും ടൈമിങ് തെറ്റിക്കില്ല, അവൻ വാശിയോടെ പറഞ്ഞു. അവിടെ പ്രാന്ത, അവൾ പറഞ്ഞുകൊണ്ട് അവന് നേർക്ക് കട്ടിൽ കിടന്ന് തലയിനടുത്ത് ഒറ്റ ഏറായിരുന്നു. ഇയാൾക്ക് എന്റെ ജീവൻ വെച്ച് എന്നെ ഗോലി അടിക്കണം അല്ലേടോ? അവൾ ചോദിച്ചുകൊണ്ട് ഉടുത്തിരുന്ന സാരിയുടെ തലപ്പരയിലേക്ക് തിരികിക്കൊണ്ട് അവനടുത്തേക്ക് ചൂട് വെച്ചു.
അവളുടെ ആ വരവും പാവവുമെല്ലാം അവരിൽ ഒരു കള്ളച്ചിരി വിരിയിക്കാൻ പോകുന്നവയായിരുന്നിട്ട് കൂടി അവൻ ആ ചിരി കഷ്ടപ്പെട്ട് ചുണ്ടിൽ ഒളിപ്പിച്ചു. ഇന്നലെ ആ കാലെന്നെ പിടിച്ചോണ്ട് പോയിരുന്നല്ലോ. അവൻ അതുപോലെ തന്നെ നിന്നെ തിരികെ കൊണ്ടുവന്ന് വിട്ടേനെ. അവൻ ആരോടുന്നില്ല പിറുവിറുത്തു. ഇന്നലെ അവനെ ഞാൻ വെട്ടിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനിയിപ്പൊ കാണായിരുന്നു. അല്ലേലും യക്ഷികൾക്ക് ചോര കുടിച്ചല്ലേ ശീലം. അവരുടെ ചോര ആരും കുടിക്കില്ലല്ലോ. അവൻ അവളെ നോക്കി ഒരു ആക്കിശിരിയോടെ പറഞ്ഞു. നീ എന്റെ വടയക്ഷിയല്ലേടി. നിന്നെ രക്ഷിക്കാൻ നീ തന്നെ മതി. അതിന് നിനക്കൊരു തെണ്ടിയുടെ സഹായവും വേണ്ട. അവൻ അവളുടെ ദേഷ്യം കൊണ്ട് ചുവന്ന മൂക്കിലും തോണ്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ ദേഷ്യത്തോടെ കൈ തട്ടി മാറ്റി. ആ ഇനി എന്റെ മോള് വേഗം ബാഗ് എടുത്ത് ഇറങ്ങാൻ നോക്കി. നേരം കളയാൻ നമുക്കങ്ങ് ഇറങ്ങിയേക്കാം. അവൻ അഴിഞ്ഞിടന്ന മുണ്ടൊന്ന് മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു. ഞാനൊന്നുമില്ല, ഇയാളങ്ങ് ഒറ്റക്ക് പോയാൽ മതി. എനിക്ക് താമസിക്കാൻ വേറെ വീട് കിട്ടുമോ ഞാൻ നോക്കട്ടെ. അവൾ അവനിൽ നിന്ന് മുഖം വെട്ടിച്ച് മാറ്റിക്കൊണ്ട് കെറുവോടെ പറഞ്ഞു. അതേ, തൽക്കാലം എന്റെ ബൊമ്മി കൊച്ചിപ്പോ വേറെ വീടൊന്നും തപ്പാൻ നിൽക്കണ്ട. നീ വന്നില്ലേലേ ഞാൻ തോളത്തെടുത്തിട്ടോണ്ട് പോവും. എന്നെ കൊണ്ട് നേരത്തെ പോലെ കടുങ്കയൊന്നും ചെയ്യിക്കാതെ എന്റെ ടീച്ചർമ്മ വേഗം പെട്ടിയും പാട്ടും എടുത്ത് ഇറങ്ങാൻ നോക്കി. അവൻ അവളെ നോക്കി മീശ വിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവനെ കണ്ണൂർപ്പിച്ച് നോക്കി. ബാക്കിയൊക്കെ നമുക്ക് പോകുന്ന വഴി നോക്കി പീഡിപ്പിക്കാം. എന്റെ മോള് വേഗം ഇതൊക്കെ പെട്ടിയിലാക്കി ഇറങ്ങ്. ചേട്ടൻ പുറത്തുണ്ടാവും. അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. ഭ്രാന്തൻ. അവൾ അവൻ പോയ വഴിയെ നോക്കി പറഞ്ഞുകൊണ്ട് മുറിയുടെ വാതിൽ വലിച്ചടച്ചു. ആ അത് തള്ളി പൊളിച്ച് അതിന്റെ കാശ് കൂടി മോളെ എനിക്ക് വാടകയായിട്ട് തരേണ്ടി വരും, പറഞ്ഞേക്കാം. അവൻ തിരിഞ്ഞോക്കാ പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. ഹോ, വെട്ടും കുത്തൊന്നുമില്ല, പുറത്തേക്ക് വന്നല്ലോ, ആശ്വാസം. രാവു തിരികെ പുറത്തേക്ക് വന്ന മേഘനെ നോക്കി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എടാ അവളെയല്ല, അവളുടെ അച്ഛനെ വരെ ഞാൻ വരച്ച വരയിൽ നിർത്തും. മേഘന അവനെ പുച്ഛിച്ചുകൊണ്ട് മീശയൊന്ന് പിരിച്ചു വെച്ചു. ഓ നടന്നു തന്നെ ആ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മേഘന നോക്കി ചിരിയോടെ അതേന്ന പോലെ തലയാട്ടി. കുറച്ചു കഴിഞ്ഞതും ഭൂവി ഒരു നീല നിറത്തിലെ സാരിയും ചുറ്റി കയ്യിലൊരു ബാഗ് പിടിച്ച് പുറത്തേക്ക് വന്നു. ആഹാ, ഇത്ര പെട്ടെന്ന് വന്നോ? മേഘൻ ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങാൻ ഒരുങ്ങിയതും അവൾ അതിന് സമ്മതിക്കാതെ അവനെ ചെറഞ്ഞു നോക്കി. വേണ്ടേ വേണ്ട, അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന താക്കോലെടുത്ത് വീട് പൂട്ടി. രാവു ഇതെല്ലാം കണ്ട് കണ്ണുമിഴിച്ച് നിൽക്കുകയാണ്. പോവാം, മേഘൻ ചോദിച്ചതും അവൾ മുഖം വെട്ടിച്ച് മാറ്റിക്കൊണ്ട് മുന്നേ നടന്നു. അവനൊരു ചിരിയോടെ അവൾക്ക് പുറകെയും. ചക്കുളത്തപ്പന് ഇത്ര പവറോ? മുന്നേ പോകുന്ന രണ്ടിനെയും നോക്കി പറഞ്ഞുകൊണ്ട് അവൻ കയ്യിലെ ഫോൺ എടുത്ത് തിടുക്കത്തിൽ ആരെയോ വിളിച്ചു. ഈ ഭാർഗവി നില മുഴുവൻ തൂത്ത് എന്റെ നടുഒടിഞ്ഞു. ഇങ്ങനെ പോയാൽ എന്റെ ഭാവി ജീവിതം വെള്ളത്തിലാവും. കയ്യിലെ ചൂല് താഴേക്കിട്ട് അവൻ ആ ഹാളിൽ കിടന്ന് സോഫയിലേക്ക് മലർന്നു വീണു. ആ ഏട്ടൻ തെണ്ണീനോട് വേലക്കാരനെ വെക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. എന്നാ എന്റെ കഷ്ടപ്പാട് കണ്ടൊന്ന് പെണ്ണിട്ടം പറഞ്ഞാലോ അതും കേൾക്കില്ല. ഇങ്ങനെയാണ് എന്റെ ജീവിതം ഈ പ്രേതാലത്തിൽ കിടന്ന് ചിതലരിച്ച് പോകത്തേയുള്ളൂ. ഈശ്വരാ. അവൻ പറഞ്ഞു നിർത്തിയത് അവിടെ ടീപ്പോയിൽ നിന്ന് ഫോൺ ശബ്ദിച്ച ഒന്നിച്ചാണ്. ഓ, അടുത്ത പണിയേറാൻ വിളിക്കായിരിക്കും ഏട്ടൻ ചങ്കരൻ. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കൈയെത്തിച്ച് ഫോൺ എടുത്തു. സ്ക്രീനിൽ രാഹു എന്ന് കണ്ടതും അവനൊരാശ്വാസത്തോടെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോരം വെച്ചു. ആ പറയടോ. രുദ്രൻ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. മോനെ രുദ്ര, നിന്റെ ഏട്ടൻ ചങ്കരൻ നിന്റെ ഏട്ടത്തിയമ്മയും കൊണ്ട് അങ്ങോട്ട് പോയി പുറപ്പെട്ടിട്ടുണ്ട്. അവൻ ഫോൺ എടുത്ത് രാഹു പറഞ്ഞു. ആ എന്തോന്ന്? അവൻ കണ്ണു വീഴ്ചോണ്ട് ചോദിച്ചു. കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം, ഇപ്പൊ നമ്മ ഫോൺ വെച്ചോ. അവൻ പറഞ്ഞ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവൾക്ക് പുറകെ അല്പം വേഗത്തിൽ നടന്നു നീങ്ങി. എന്നാലും ഞാൻ മനസ്സിൽ ചിന്തിച്ചപ്പോഴേക്കും അങ്ങനെ നടപ്പിലാക്കിയോ? ഞാൻ അങ്ങനെ അത്രക്കങ്ങ് വിലർച്ച് കാണേണ്ടതായിരുന്നു. ഇരുപത്തി അതേ ഇരിപ്പിരുന്നുകൊണ്ട് തന്നെ ഏതോ ലോകത്തെന്നോളം പറഞ്ഞു. എന്നാലും ഞാൻ മാത്രം ഇതുവരെ കണ്ടില്ലല്ലോ എൻ്റെ ഏടത്തിയമ്മയെ. ആ ഇങ്ങോട്ടെങ്കിലും വരുന്നു, ഇനിയിപ്പോ നേരിട്ട് കാണാലോ. അവൻ ചിരിയോടെ ആലോചിച്ചു. അയ്യോ, അവരിപ്പം ഇങ്ങോട്ട് വരില്ലേ? ഈ പെര കിടക്കുന്ന കോലങ്ങാൻ അലറൽ വണ്ടി കണ്ടാ പിന്നെ അത് മതി അടുത്ത അലറലിന്. അലറൽ. അവൻ പറഞ്ഞുകൊണ്ട് സോഫയിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു. ഏടത്തിയുടെ മുന്നിൽ ഫസ്റ്റ് ഇംപ്രഷൻ പോവരുത് രുദ്ര. ഏടത്തിയുടെ മുമ്പിൽ ഫസ്റ്റ് ഇംപ്രഷൻ പോവരുത് രുദ്ര. നിന്റെ കഴിവ് കൊണ്ട് ഏടത്തിയെ ചാക്കിലാക്കണം. ഓ എന്റെ ദൈവമേ, അവരിപ്പോഴൊന്നും വരല്ലേ. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാം വേഗത്തിൽ തൂത്തുവാരിക്കൊണ്ടിരുന്നു. മാഡം, ഈ സാരി നോക്കിയേ, ഇത് മാഡത്തിന് നന്നായിട്ട് ചേരും. ഒരു കാപ്പി നിറത്തിലെ സാരി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് സെയിൽസ് ഗേൾ പറഞ്ഞു. അവളുടെ കണ്ണ് കുഞ്ഞിനെയും പിടിച്ചൽപ്പം നീങ്ങിന്ന് മറ്റു സാരികളിലൂടെ കണ്ണോടിക്കുന്ന ഇന്ദ്രനിൽ ചെന്നെത്തി. എന്നാൽ തന്നെ നോട്ടത്തെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് അടുക്കി വെച്ചിരിക്കുന്ന സാരികളിലൂടെ കണ്ണോടിച്ച് നിൽക്കുന്നവനെ കണ്ടതു അവളുടെ കണ്ണുകളൊന്ന് കൂർത്തു വന്നു. രാവിലെ തന്നെ ഈ കുഞ്ഞിനെ വിളിച്ചിറക്കിയപ്പോൾ വിചാരിച്ച് എന്തോ അത്യാവശ്യ കാര്യമാണെന്നാണ്. എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് തുണിയെടുക്കാനാണെന്ന്. വന്നു കയറിയത് മുതൽ ഇവരോരോന്നും ചോദിക്കുന്നതാണ്. അതിനെല്ലാം തലയാട്ടു എന്നല്ലാതെ തൻ്റെതായ ഒരു അഭിപ്രായം ഇതുവരെ താൻ പറഞ്ഞിട്ടില്ലെന്ന് അവൾ ഓർത്തു.
ആയൊരു ശ്വാസം മുട്ടലാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നത്. അച്ഛൻ മരിച്ചതിൽ പിന്നെ ഇതാദ്യമെന്ന് പറയാം. ഇടയ്ക്ക് വല്ലപ്പോഴും എവിടെയെങ്കിലും പോയി വരുമ്പോൾ ഇന്ദ്രേട്ടൻ കൊണ്ടുവരുന്ന വസ്ത്രങ്ങൾ കൈനീട്ടി വാങ്ങുമെങ്കിലും അതിലൊന്നുപോലും ഇതുവരെ ഉടുത്തിട്ടില്ല. അത്യാവശ്യത്തിന് വേണ്ട താൻ വന്നപ്പോൾ കൊണ്ടുവന്നിരുന്നുകൊണ്ട് അതിന്റെ ആവശ്യം വന്നില്ലെന്ന് പറയുന്നതാവും ശരി. അവൾ ഓർത്തു. എന്താ, നിനക്കൊന്നും ഇഷ്ടമായില്ലേ? അങ്ങോട്ട് വന്നിട്ടുള്ള ഇന്ദ്രന്റെ ചോദ്യമാണ് അവളെ ചിന്തകളിൽ തിരികെ എത്തിച്ച്. അത് ആവശ്യത്തിൽ നിന്റെ അടുത്തുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇപ്പോ? നിനക്കൊന്നും ഇഷ്ടമായില്ലെങ്കിൽ പറ, വേറെ കടയിൽ പോവാം. അല്ലാതെ ഭാരിച്ച കാര്യങ്ങളൊന്നും എന്റെ ഭാര്യ ചിന്തിക്കണ്ട. അവൻ അവളെ നോക്കി കടുപ്പ് ഒട്ടും കുറക്കാതെ പറഞ്ഞു. അവളുടെ ഉള്ളം വിറച്ചത് അവന്റെ എന്റെ ഭാര്യ എന്ന പ്രയോഗത്തിലാണ്. എന്താ, വേറെ കടയിൽ പോണോ? അവൻ അവളോട് ചോദിച്ചു. അവൾ വേഗം വേണ്ട എന്ന പോലെ തലയാട്ടി. എന്നാ വേഗം നോക്കിയെടുക്കടി, എന്നിട്ട് വേണം കുഞ്ഞിനുള്ള എടുക്കാൻ. അവൻ അവളോട് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ഒന്നുകൂടെ ഉയർത്തിപ്പിടിച്ചു. അവൾ സെയിൽസ് ഗേൾ എടുത്തു വെച്ചതിൽ നിന്ന് വേഗം കണ്ണിൽപ്പെട്ട 2 സാരി എടുത്ത് കയ്യിൽ പിടിച്ചു. ഇത് മതി, അവളത് അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ദാ ഇതുകൂടി വെച്ചോ പറഞ്ഞുകൊണ്ട് അവൻ കയ്യിലിരുന്ന വയലറ്റ് നിറത്തിലെ സാരി അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ചു. വേറെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ സാർ? കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് അത് മുകളിലാണ് സാർ, എൻ്റെ കൂടെ വരൂ. അവർ കൈയുള്ള ഒരു ബാസ്കറ്റിലിട്ടിട്ട് മുകളിലേക്കുള്ള പടികൾ ലക്ഷ്യം വെച്ച് നടന്നു. അവർക്ക് പുറകെ പോയി. 2 സാരി എടുക്കാനുണ്ട് ഈ പോത്തെ. നീ 1.5 മണിക്കൂർ അവിടെ കോടി തരുന്ന പോലെ തെരഞ്ഞുകൊണ്ടിരുന്നു. അവൻ മുകളിലേക്കുള്ള പടികൾ കയറുന്നതിനിടയിൽ അവൾക്കടുത്തേക്ക് വന്ന് പയ്യനെ ചോദിച്ചു. അവന്റെ മുഖം ഉയർത്തി നോക്കിയില്ലെങ്കിൽ കൂടി അവളുടെ ചുണ്ടുകളൊന്ന് കൂർത്തു വന്നു. സർ, ഇതൊന്നും നോക്കിയേ. അവർ കുഞ്ഞുങ്ങളെ ഒരു ഉടുപ്പ് നിർത്തിയിട്ടുകൊണ്ട് പറഞ്ഞതും ഷർട്ടിന്റെ പോക്കറ്റിൽ കിടന്ന ഇന്ദ്രന്റെ ഫോൺ ബില്ലടിച്ചിരുന്നു. നീ മോളെ നിന്ന് വിളിച്ചേ, എന്നിട്ട് ആവശ്യമുള്ള നോക്കിയെടുക്കുക, ഞാനിപ്പോ വരാം. അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ട് കയ്യിലൊരു കോലുമുട്ടായി നിറഞ്ഞിരിക്കുന്ന കുഞ്ഞിനെ അവൾക്ക് നേരെ നീട്ടിയതും അവൾ വേഗം കുഞ്ഞിനെ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി പിടിച്ചു. ഇങ്ങനത്തെ അല്ല, ഈ തോളി കെട്ടുവെന്ന ടൈപ്പുള്ളല്ലേ, അത് മതി. അവൾ പറഞ്ഞു. അവർ അതേ മോഡൽ എടുത്ത് കൊടുത്തുകൊണ്ടിരുന്നു. പറയും. അവൻ ഫോൺ എടുത്ത് അല്പം മാറിയെന്നുകൊണ്ട് പറഞ്ഞു. അപ്പുറത്തുനിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ കേട്ടതും അവന്റെ കണ്ണു മിഴിഞ്ഞു. ഇങ്ങനെയൊന്നും ഈ സമയം തീരെ പ്രതീക്ഷിക്കാത്തതായതിനാൽ അത് അവനിൽ നന്നായി തന്നെ ഞെട്ടൽ തീർത്തു. എന്നിട്ടിപ്പോ അവളെവിടെ ഉണ്ട്? എന്നതാ വെച്ചോ. അവൻ അയാളോട് പറഞ്ഞോട് ഫോൺ വെച്ചു. ഇത്ര പെട്ടെന്ന് ഒരു ആക്രമണം മുത്തശ്ശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിച്ചില്ല. അങ്ങാടിയിൽ തോറ്റൽ അമ്മയോടെന്ന് പറയും പോലെ ഇപ്പൊ അവളോട് ചെയ്താൽ തന്നെയുള്ള ദേഷ്യത്തിന്റെ പുറത്തെടുത്ത തീരുമാനമാണെന്ന് അവന് വ്യക്തമായിരുന്നു. എന്നാലും ആ ക്നാപ്പിന് ഇത്രയ്ക്ക് ഉണ്ടാകുമ്പോൾ ഇത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ മേഘനയും നല്ലോണം സ്മരിച്ചു. അല്ലെങ്കിലും ഒരു അത്യാവശ്യ നേരത്തെ ആ നാരെ കണ്ടിട്ടില്ല. അല്ലാത്തപ്പോ ഏത് നേരം ആ പെണ്ണിനെ മണപ്പിച്ചുകൊണ്ട് നടക്കുന്നതാണ് തെണ്ടി. അവൻ പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞു. പുറകിൽ നിന്ന് കേട്ട ശബ്ദത്തിൽ അവൻ തിരിഞ്ഞു നോക്കി. ഇത്ര പെട്ടെന്നോ? അവൻ അവൾ നോക്കി ചോദിച്ചു. എവിടെ നോക്കട്ടെ. അവൻ പറഞ്ഞുകൊണ്ട് സെയിൽസ് ഗേളിന്റെ കയ്യിലെ ബാസ്കറ്റിലേക്ക് നോക്കിയതും കണ്ട കാഴ്ചയിൽ അവന്റെ കണ്ണു മിഴിഞ്ഞു. നേരത്തെ അവൾ വഴക്ക് പറഞ്ഞതിന് പ്രതികാരം എന്ന പോലെ കുറേയേറെ വസ്ത്രങ്ങൾ അവൾ എടുത്തുകൂട്ടിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ സർ? സെയിൽസ് ഗേളിന്റെ ചോദ്യമാണ് അവൻ ആ വസ്ത്രങ്ങൾക്കിടയിൽ തിരികെ കൊണ്ടുവന്നത്. വേണ്ട. തനിക്കടുത്ത് ഒന്നും അറിയാത്തവൾ പോലെ നിൽക്കുന്നവളൊന്ന് ഇരുത്തി നോക്കിക്കൊണ്ടാണ് അവൻ അവർക്കുള്ള മറുപടി നൽകിയത്. എന്നാൽ താഴേക്ക് വന്നോളൂ സർ, അവിടെയാണ് ബില്ലിംഗ് സെക്ഷൻ. അവര് പറഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു. അവർക്ക് പുറകെ തന്നെ അവൾ നടന്നു. കള്ള കുരുട്ട്. അവർക്ക് പുറകെ പരിങ്ങിയുള്ള അവിടെ പോക്ക് നോക്കിക്കൊണ്ട് അവൻ ചുണ്ടിൽ വിരിയാൻ വെമ്പുന്ന ചിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.